93 തുടങ്ങും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 92 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, തത്വാനുഭവം എന്നൊക്കെ പറഞ്ഞ സ്വാമി അതിനെ വർണ്ണിച്ചു. അതായത് കേട്ടൽ ചിന്തിത്തൽ തെളിതൽ എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനമാണ് കഴിഞ്ഞ പദ്യം ചെയ്തത്. എന്താണ് കേൾക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം, എന്താണ് ചിന്തിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിന് പറയണം, സമാധിയും നിധിധ്യാസനത്തിൽ അന്തർഭവിക്കും, വേറെ സാധനമല്ല. വസ്തുത്തിൽ സമാധി എന്ന് പറയുന്നത് നിധിധ്യാസനം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെ. അല്ല, അന്തർഭവിക്കും എന്ന് പറഞ്ഞാൽ അതിന് ധാരയായിട്ട് വരുമെന്നും അർത്ഥമെടുക്കാം. ആ നിധിധ്യാസനം, നമുക്കിപ്പോൾ നിധിധ്യാസനം എങ്ങനെ ശീലിക്കാം? ചുമ്മാ ഇരുന്നാൽ പറ്റില്ല. അവർ പറയുന്നു, ആ ശ്രവണപ്പൊരുളിനെ ശരതമായി ചിന്തിക്കുന്ന രൂപത്തിൽ തന്നിൽ ഉദാഹരിച്ച് ചിന്തിച്ച ഒരാൾക്ക് സവികൽപ്പ സമാധി വഴങ്ങി നിന്ന് ഈ നിർവികൽപ്പ സമാധിയിലേക്ക് വരാം. സവികൽപ്പ സമാധിയാണ് കർത്തൃതന്ത്രമായിട്ടുള്ളത്, പരോക്ഷ ജ്ഞാനമാണ്. അപ്പൊ ആ സവികൽപ്പ സമാധി എവിടെ കൊണ്ട് ചേർക്കും? അലൗകികമായ നിർവികൽപ്പ സമാധിയിലേക്ക് കൊണ്ട് ചേർക്കും. നിർവികൽപ്പ സമാധി അലൗകികമാണ്, കാരണം അത് വസ്തുതന്ത്രം എന്നാണ് പറയുന്നത്. ജ്ഞാനം വസ്തുതന്ത്രം, അത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ 93 വന്നു. എത്ര നാൾ ജ്ഞാതാവും ജ്ഞാനവും ഇരിക്കു മുൻപാൽ അത്തനെ നാളും വേണ്ടും അപ്പാലോർ ശൈലും വേണ്ട. നിത്തവും വെളിപോർ പറ്റാ നേയമാത്തിരമായി ജീവൻ മുത്തരാനവർ വിദേഹമുക്തി പെറ്റിരിപ്പാരെന്തും. എത്ര നാൾ ജ്ഞാതാവും ജ്ഞാനവും ഇരിക്കും മുൻപാൽ അത്തനെ നാളും വേണ്ടും അപ്പാലോർ ശൈലും വേണ്ട. നിത്തവും വെളിപോർ പറ്റാ നേയമാത്തിരമായി ജീവൻ മുത്തരാനവർ വിദേഹമുക്തി പെറ്റിരിപ്പാരെന്തും. എത്ര നാൾ, എത്ര കാലം ജ്ഞാതവും എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ കർത്താവായ അന്ധക്കരണവും ജ്ഞാനവും ബ്രഹ്മാകാരമായ അന്ധക്കരണത്തിന്റെ വൃത്തിരൂപമായ ജ്ഞാനവും ഉൻപാൽ ഇരിക്കും, നിന്നിൽ ഇരിക്കുമോ? അത്രേ നാളും അത്ര കാലം വേണ്ടും, അത്ര കാലം മതി. അജ്ഞാനാദി പ്രതിബന്ധ വിരോധികളായ ശ്രവണാദികൾ, അപ്പൊ അജ്ഞാന പ്രതിബന്ധ വിരോധികളായ ശ്രവണാദികൾ അനുഷ്ഠിക്കേണ്ട ജ്ഞാതൃജ്ഞാനങ്ങള് ഇരിക്കുന്നത് വരെ മതി. അതായത് ജ്ഞാനത്തിന്റെ കർത്താവായ അന്ധക്കരണവും ബ്രഹ്മാകാരമായ അന്ധക്കരണത്തിന്റെ വൃത്തിരൂപമായ ജ്ഞാനവും എത്ര കാലം വരെ നിന്നിൽ ഇരിക്കുമോ അത്രയും കാലം വരെ ഈ പറയുന്ന ശ്രവണമന്നാദികൾ ഇതിൽ വേണം. അതാണ് ആ പ്രതിബന്ധ വിരോധികളായിരിക്കുന്ന ശ്രവണമന്നാദികളെ ഇതിൽ കൊണ്ടുപോകണം. അതിനുശേഷം അപ്പാലോ ജ്ഞാതാജ്ഞാനമെന്ന വികല്പങ്ങൾ നശിച്ച് മഹാവാക്യ പ്രമാണജന്യ ജ്ഞാനവിഷയമായ ജ്ഞേയം മാത്രമായി നീ അവശേഷിച്ച ശേഷം ഓർശയിലും വേണ്ട ശ്രവണാദി അനുഷ്ഠാനങ്ങൾ ഒരു അനുഷ്ഠാനവും നിനക്ക് ആവശ്യമില്ല. നിത്യവും ദിവസേന വെളിപോൽ ആകാശം പോലെ പറ്റാജ്ഞേയമാത്രമായി ചിതാത്മാ മാത്രമായി ജീവൻ മുക്തനായവൻ വിദേഹമുക്തി പ്രാരബ്ധ നാശത്തിൽ വിദേഹമുക്തി അടഞ്ഞ് എന്തും ഇരുപ്പാർ സർവകാലവും ഇരിക്കും. ഇതാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞോളം 91 വായിച്ചു അല്ലേ? ഇവിടെ സിദ്ധാന്തം എങ്ങനെയാണ്? മന്ദമെന്നും ദൃഢമെന്നും ജ്ഞാനം 2 പ്രകാരമാണ്. സംശയാദി സഹിത ജ്ഞാനം മന്ദജ്ഞാനം, സംശയാദി രഹിതജ്ഞാനം ദൃഢജ്ഞാനം എന്ന് ചൊല്ലപ്പെടും. ആർക്ക് ദൃഢജ്ഞാനം ഉണ്ടാകുന്നുവോ അവർക്ക് അല്പം പോലും കർത്തവ്യമില്ല. ഒരിക്കലും ഉൽപ്പന്നമാകുന്ന സംശയാദി രഹിത അന്ധകരണത്തിന്റെ വൃത്തിരൂപ ജ്ഞാനം അവിദ്യയെ നാശം ചെയ്ത് താനും നിവർത്തിക്കുന്നു. നല്ലതുപോലെ കണ്ട ആത്മാവിൽ വീണ്ടും ഭ്രാന്തി ഉണ്ടാകുകയില്ല. എന്തെന്നാൽ ഭ്രാന്തിക്ക് കാരണമായ അവിദ്യ ഒരു പ്രാവശ്യം ഉൽപ്പന്നമാകും. ജ്ഞാനത്താൽ നഷ്ടമായി പോകുന്നതിനാൽ ഭ്രാന്തിയും അവിദ്യയും ഇല്ലായ്മയാൽ വൃത്തിജ്ഞാനത്തിന്റെ ആവർത്തനത്തിന് ഏതൊരു പ്രയോജനവുമില്ല. അതിനാൽ അപ്പാലോ ശൈലും വേണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 1-2 ഈശ്വരഗീതയിലും മറ്റുമൊക്കെയുള്ള പദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു.
ഇതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഈ കർത്താവായ, അത് ഈ അഹങ്കാരിയാണ് കർത്താവ് എന്ന് പറഞ്ഞത്. ഈ കർത്താവായ ഈ അന്ധകരണവും അതുപോലെ അതിന്റെ വൃത്തിരൂപ ജ്ഞാനവും എത്ര കാലം വരെ നിന്റെ ഇരിക്കുമോ അത്രയും കാലം മാത്രം മതി ഈ പറയുന്ന പ്രതിബന്ധ വിരോധിയായിരിക്കുന്ന ശ്രവണമനന് നിധിധ്യാസനങ്ങൾ. അതുകൊണ്ടാണ് മഹത്തുക്കളെ സംബന്ധിച്ച് അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവര് അറിഞ്ഞുപോയി, കാര്യം ഉണർന്നുപോയി. ഇനി ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം ആ ഉണർവിനെ കെടുത്താൻ ഈ മായാകാര്യങ്ങൾക്ക് പിന്നെ ശക്തിയുമില്ല. താൻ ആത്മാവാണെന്ന് ഉണർന്നവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ മായാകാര്യങ്ങളെല്ലാം വളരെ തുച്ഛമാണ്. ഇതൊന്നും അവരെ പ്രലോഭിപ്പിക്കുന്നില്ല, ഇതൊന്നും അവരെ സ്പർശിക്കുന്നില്ല, ഇതിനൊന്നിനും അവരെ ദുഃഖിപ്പിക്കാനുള്ള ശേഷിയില്ല. ഇതൊക്കെ എന്താണ് ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ മായ കൊണ്ട് ഈശ്വരൻ ഈ എന്താണ് ചെയ്തിരിക്കുന്നത്? ജീവനെ ദുഃഖിപ്പിക്കുകയാണ്, ജീവനെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കുക, അങ്ങനെ സംഭവിക്കുക, ഇങ്ങനെ ഏതോ തരത്തിലൊക്കെ ജീവനെ ഭയപ്പെടുത്തിയാണ് ഈ മായ അതിന്റെ വശത്തിലാക്കി വെച്ചിരിക്കുന്നത് എല്ലാവരെയും. ഇതിനെ ഭേദിക്കുകയാണ് ചെയ്യുന്നത്, ജ്ഞാനം കൊണ്ട് ഇതിനെ ഭേദിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭേദിച്ച ഒരാളിനെ സംബന്ധിച്ച് പിന്നെ ഇത് അവരറിഞ്ഞുപോയി. ഒരിക്കല് ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ നടന്നു വരികയായിരുന്നു, ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വരവേ കുറച്ച് ആളുകൾ ഇങ്ങനെ ഈ തലയില് ഈ ചില്ലുണ്ടല്ലോ, ഈ പാത്രത്തിന്റെ തുണ്ടൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ തുള്ളി ചാടി വരും, ഒരു കോളത്തിൽ ഇങ്ങനെ ചാടി. അപ്പൊ ഇത് കണ്ടപ്പോ വിവേകാനന്ദ സ്വാമി തുടങ്ങിയവരല്ല വന്ന് നിന്ന് കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ സ്വാമി പറഞ്ഞു, നിങ്ങൾ കളിച്ചോളൂ. അപ്പൊ ഇവരെല്ലാം ചിലര് കളിക്കാൻ തയ്യാറായി. സ്വാമി ഉടനെ പറഞ്ഞു, എനിക്ക് കളിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എനിക്ക് കളിക്കാൻ പറ്റില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ, കളിയുടെ രജിച്ചറിഞ്ഞു പോയ പിന്നെ ഇതിനെ കളിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു ഒളിവായ ഒരു സംഭവമാണല്ലോ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ കളി ഇല്ലാതായി പോയി, എനിക്ക് കളിക്കാൻ പറ്റില്ല. ഇത് മഹത്തിട്ടെങ്കിലും ഒന്നും ചെയ്യാൻ പോല. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം, ഒരു സന്തോഷമോ ഒരു ദുഃഖമോ അവർക്കില്ല. എന്തോ ഒന്നിനെ ആഗ്രഹിച്ചാണല്ലോ എല്ലാവരും ലോകത്തുള്ളവരെല്ലാം പ്രവർത്തിക്കുന്നത്. ആ ഒരു കാര്യം തന്നെ തന്റെ സ്വരൂപമായിട്ട് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? അതാണ് അവർ പറഞ്ഞത്. അവരെ കളി നിന്നത് ഇതുപോലെയാണ്. സുരേഷ്, ഈ ലോകകാര്യങ്ങളിൽ ഇരിക്കുന്നത് ഈ മായയെ കൊണ്ട് അവർക്ക് ഒരു ദോഷവുമില്ല. അവരുടെ വശത്ത് ഈശ്വരനെ സംബന്ധിച്ച് മായയെ പറ്റി പറഞ്ഞ എന്താണ്? ഈശ്വരന് അധീനമാണ് ഈ മായ, ഈശ്വരന് അധീനമാണ്. എന്നാൽ ജീവനോ അതീതമായിരിക്കുകയാണ്. ജീവനെ പ്രലോഭിപ്പിച്ച് അവന് എന്തുവേണം ചെയ്യുന്ന രൂപത്തിലാണ് മായ ഇരിക്കുന്നത്. തിരിച്ച് ഈശ്വരനെ സംബന്ധിച്ച് ഈശ്വരന് അധീനമായിരിക്കുന്നു. ഈശ്വരൻ മായയെ വെച്ച് പ്രവർത്തിപ്പിക്കുന്നു. ജീവനെയാണെങ്കിൽ മായ ജീവനെ പ്രവർത്തിപ്പിക്കുന്നു. ഇതാണ് ഈശ്വര ജീവന്മാരിലെ വ്യത്യാസം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ജ്ഞാനമുടഞ്ഞ ഒരു മഹാത്മാവിനെയാണ് ഈശ്വരനായിട്ട് പറയാം. ഇവിടെ ഈ ഇതിൽ പറയാം. അവരെ സംബന്ധിച്ച് അവർ മായക്ക് അതീതമായി നിന്ന് മായ ഉപയോഗിച്ച് അവർ പ്രവർത്തിപ്പിക്കും. അതുകൊണ്ട് അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. മായ അവരുടെ അജ്ഞാനവൃത്തിയായിട്ട് വരുന്ന രൂപത്തിൽ വരുന്നവരെയാണ് ഈശ്വരൻ എന്ന് പറയുക, ജ്ഞാനികളെന്ന് പറയുന്നത്. ഇത്രയും ഇവിടെ പറയുന്നു, എത്ര നാൾ ജ്ഞാതാവും ജ്ഞാനവും ഇരിക്കും മുൻപാർ. എത്ര കാലം വരെ ജ്ഞാനത്തിന്റെ കർത്താവായ അന്ധകരണവും ജ്ഞാനവും, അതായത് ബ്രഹ്മാകാരമായ അന്ധകരണത്തിന്റെ വൃത്തിരൂപ ജ്ഞാനവും മുൻപാൽ ഇരിക്കും, നിന്നിൽ ഇരിക്കും, അവശേഷിക്കും. അത്ര നാള് മാത്രം മതി ഈ ശ്രവണമെന്ന നിധിധ്യാസനങ്ങൾ. അതിന് മേൽ ഇതിന്റെ ആവശ്യമേ ഇല്ല. അതാണ് പറഞ്ഞത്. ഇത് മനസ്സിലായി, ഇത് അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പോ സ്വാമിക്ക് കളിയില്ലാതായി, കളിക്കാൻ പറ്റാതായി. ഈ രൂപത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇത് വാസ്തവത്തില് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ അവിടെ ചിക്കാഗോയിലെ പ്രസംഗത്തിന്റെ ഇടയില് അന്യജാതിക്കാരാണല്ലോ വിക്രമ കേൾക്കുന്നതില്ല. അവര് ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു പാഴ് മതമായിട്ട് വിലയിരുത്തി വെച്ചിരിക്കുന്ന ഒരു സന്ദർഭവും കൂടെയാണ് അവിടെ അദ്ദേഹം പോയി പ്രഭാഷണം ചെയ്യുന്നത്.
അപ്പോൾ പക്ഷെ ഒരു മതമ്മ സശ്രദ്ധം കേട്ടിട്ട് അവർ ഇടയ്ക്ക് എണീറ്റ് പറഞ്ഞു, ഓ ലോർഡ് യു ആർ ഹിപ്നോട്ടൈസിങ് അസ് എന്ന് പറഞ്ഞു. ഞങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താ അറിയാമോ, ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇത് കേട്ടിരുന്നു പോകുന്നു. ഇത് തർക്കിക്കത്തക്കതായിട്ട് തോന്നിയെങ്കിലും ഇത് തർക്കിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു മാഗ്നറ്റിക് പവർ ഇതിനുണ്ട് എന്ന് പറഞ്ഞ് എണീറ്റപ്പോ സ്വാമി പറയല്ലേ, യു ആർ ഓൾറെഡി ബീൻ ഹിപ്നോട്ടൈസ്ഡ്. യു ആർ ഓൾറെഡി ഹിപ്നോട്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മായ ഹിപ്നോട്ടൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംസ്കാരം ഇങ്ങനെ നിലനിന്നിട്ട് നമ്മൾ ചിരിക്കുകയും കരയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ചിരിയും കരച്ചിലും നിന്നവരെയാണ് ജ്ഞാനികളായിട്ടും പറഞ്ഞത്. ഒരിക്കലും ഒന്നുമില്ല. കാരണം ഒരു തമാശയായിട്ട് എടുത്താൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംഭവമാണ്. അതിന് മായ പറ്റി പറഞ്ഞത് വാട്ട് നോട്ട് ഈസ് മായ എന്നുള്ള ഡി സാർ എപ്പോഴും പറയും. വാട്ട് നോട്ട് ഈസ് മായ, എന്താണോ ഇല്ലാത്തത് അതാണ് മായ. അപ്പൊ ആളുകൾക്ക് ഇത് എപ്പോഴും ഇങ്ങനെ ദ്രോണമല്ല നിരാശം ചെയ്ത് ഇരുന്നാ മതിയെ സ്വാമി, ഇതിന് ഒരു അവധിയൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാണ്, ഇത്ര കാലം മതി, ഇത് കഴിഞ്ഞാൽ ഇതിന് ആവശ്യമേ ഇല്ല. ഈ കർത്താവായ ഈ അന്ധകരണവും ഇതില് വൃത്തിരൂപമായ ജ്ഞാനവും ഇതിന് ഇത്ര കാലം വരെ മതി. അത് കഴിഞ്ഞാൽ ഇതില്ല, ഇത് നശിക്കുന്നത് വരെ മതി എന്നർത്ഥം. ഇതിനെ വേറൊരു രൂപത്തില് നാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ത്രിപുടി മുടിഞ്ഞു പൊലിഞ്ഞിടുന്ന ദീപം എന്ന് പറഞ്ഞത് ഇത്. കർത്താവ്, കർമ്മം, ക്രിയ, മൂന്ന് രൂപത്തില് ഈ മനസ്സ് നിന്ന് കളിക്കുന്നതിൽ താൻ എപ്പോഴും സാക്ഷിയാണെങ്കിലും അത് തിരിച്ചറിയാൻ തനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും അജ്ഞാനത്തിൽ ഇരിക്കുന്നു എന്ന് പറയാൻ കാരണം ഈ ത്രിപുടി സംസ്കാരം ആരുടേതാണ്? ഈ അന്ധകരണത്തിൻ്റെതാണ്, ഈ അഹങ്കാരിയുടേതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനെ തിരിച്ചറിയുന്ന ജ്ഞാനോപദേശത്തെയാണ് തിരിച്ചറിയാനായിട്ട് ആ ജ്ഞാനോപദേശം ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും അതിന് വശമുതലേ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു ഗൂഢഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു നിലയാണ് അജ്ഞാനമായിട്ട് പറഞ്ഞത്. ഇരിക്കട്ടെ. അപ്പൊ 99ാമത്തെ പദ്യം കൊണ്ട് ഇതാണ് സ്വാമി ഉദ്ദേശിച്ചത്. ഇവിടെ സിദ്ധാന്തം ഇങ്ങനെയാണ്: മന്ദമെന്നും ദൃഢമെന്നും ജ്ഞാനം രണ്ടു പ്രകാരം. സംശയാദിരഹിത ജ്ഞാനം ദൃഢജ്ഞാനമെന്നും, സംശയാദി സഹിതജ്ഞാനം മന്ദജ്ഞാനമെന്നും പറയുന്നു. ആർക്ക് ദൃഢജ്ഞാനം ഉണ്ടാകുന്നോ അവർ അല്പം പോലും കർത്തവ്യമില്ല. ഒരിക്കൽ ഉൽപ്പന്നമാകുന്ന സംശയാദിരഹിത അന്ധകരണത്തിന്റെ വൃത്തിരൂപ ജ്ഞാനം അവിദ്യയെ നാശം ചെയ്ത് താനും നിവർത്തിക്കുന്നു. നല്ലതുപോലെ കണ്ട ആത്മാവിൽ വീണ്ടും ഭ്രാന്തി ഉണ്ടാകുകയില്ല. എന്നാൽ ഭ്രാന്തിക്ക് കാരണമായ അവിദ്യ ഒരു പ്രാവശ്യം ഉൽപ്പന്നമാകും ജ്ഞാനത്താൽ നഷ്ടമായി പോകുന്നതിനാൽ ഭ്രാന്തിയും അവിദ്യയും ഇല്ലായ്മയാൽ വൃത്തിജ്ഞാനത്തിന്റെ ആവർത്തനത്തിന് ഏതൊരു ആവശ്യ പ്രയോജനവുമില്ല. അതിനാൽ അപ്പാലോ ശൈലം വേണ്ടാമെന്ന്. ജ്ഞാനമുദിത്തതൻ പിന്നെ കോശങ്ങൾക്ക് നമ്മെ വേറായി മികവും അറിഞ്ഞതു പോലെ ജ്ഞാനം വരും മുൻ കോശങ്ങൾക്ക് വേറായി ഇരുന്തോമെന്നത് ശുദ്ധിത്തലാകും. ഇങ്ങനെ പറഞ്ഞാണ് ആ പദ്യം സ്വാമി അവസാനിപ്പിച്ചത്. ഇനി 94ാമത്തെ പദ്യത്തിൽ പറയുന്നു: ജ്ഞാനമാർ ജീവൻ മുത്തർ നാൽവകയെ അവർ കേളായി വാനികർ പിരമവിത്ത് വരൻ വരിയാൻ വരിട്ടൻ ആനവർ നാമമാകും അവർകളിൽ പിരമവിത്തിൻ താനവും മറ്റുമൂവർ താരതമ്യവും ചൊൽവേ. ജ്ഞാനമാർ ജീവൻ മുത്തർ നാൽവകയെ അവർ കേളായി വാനികർ പിരമവിത്ത് വരൻ വരിയാൻ വരിട്ടൻ ആനവർ നാമമാകും അവർകളിൽ പിരമവത്തിൻ താനവും മറ്റേ മൂവർ താരതമ്യവും ചൊൽവേ. ജ്ഞാനമാർ ജീവൻ മുത്തർ, ജ്ഞാനം നിറഞ്ഞ ജീവൻ മുക്തന്മാർ 4 വകയിൽ. അവർ 4 ഭേദമായിരിക്കും. കേളായി ആ ഭേദങ്ങളെ പറയാൻ കേൾക്കുക. വാനികർ ബ്രഹ്മവിത്ത്, ആകാശത്തിനൊപ്പമായ ബ്രഹ്മവിത്തെന്നും വരനെന്നും വരിയാൻ എന്നും വരിട്ടൻ എന്നും ആനവർ നാമമാകും. ആ ജീവൻ മുക്തന്മാർക്ക്
പേരാകുന്നു. അവർകളിൽ ഈ 4 വിധമായിരിക്കുന്ന ജീവൻ മുക്തന്മാരിൽ വച്ച് വിരമവത്തിൻ താനവും ബ്രഹ്മവിത്തിന്റെ അനുഭവ അവസ്ഥയെയും മറ്റേ മൂവർ ഇനിയുള്ള 3 പേരെയും താരതമ്യത്തെയും ചൊല്ലുവേൻ. ഇനി പറയാം. അന്യ ബഹിർമുഖ പുരുഷർ കർമ്മോപാസനകളെ അനുഷ്ഠിക്കുന്നത് പോലെ അല്ലാതെ ആത്മാവിനെ അസംഗനായും ക്രിയകളെയെല്ലാം കായങ്ങളുടെ ആശ്രിതമായും അറിഞ്ഞ് കർമ്മോപാസനകളെ ബ്രഹ്മവിത്ത് ചെയ്യാതിരിക്കുന്നതിനാൽ വാനികർ ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞു. ജ്ഞാനമാർ ജീവൻ മുക്തൻ നാൽവകൈ എന്നതാലും മറ്റേ മൂവർ താരതമ്യവും ചൊൽവേൻ എന്നതാലും ഈ 4 പേർക്കും ജ്ഞാനത്തിൽ താരതമ്യം ഇല്ലെന്നും വിശ്രാന്തി സുഖത്തിൽ താരതമ്യം ഉള്ളവരെന്നും അറിയുക. ഇതില് പൊട്ടി മുളച്ചിരിക്കുന്ന 4 വിധ ജ്ഞാനികളാണ് ജീവൻ മുക്ത പുരുഷന്മാർ. അതില് ആദ്യത്തേതാണ് ബ്രഹ്മവിത്ത്. ബ്രഹ്മവിത്ത്, ബ്രഹ്മവരൻ, ബ്രഹ്മവലിയാൻ, ബ്രഹ്മവരിട്ടൻ, ഇങ്ങനെ 4 പേരാണ് ഇതിൽ പൊട്ടി മുളച്ചു വന്നത്. അതിനു മുമ്പ് എങ്ങനെ ഇരുന്നു? അജ്ഞാനത്തിലിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ പറയുന്ന 3 ഭൂമികളിൽ പ്രവർത്തിച്ചു. ശുഭേച്ഛ, വിചാരണ, തനുമാനസി എന്നുള്ള 3 ഭൂമികളിൽ അഭ്യാസം ചെയ്തു. ആ അഭ്യാസ ബലത്തില് അവർക്ക് 4ാം ഭൂമിയിൽ ആ ജീവൻ മുക്തി പദവി അവർ കൈവരിച്ചു. പക്ഷെ ഈ ജീവൻ മുക്തി പദവി കൈവരിച്ചവർ 4 വിധത്തിലിരിക്കുകയാണ്. ഇവരുടെ ജ്ഞാനത്തെ താരതമ്യമില്ല. ബ്രഹ്മവിത്ത് അനുഭവിക്കുന്ന അതേ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മവരനും ബ്രഹ്മവരിയാനും ബ്രഹ്മവരിഷ്ഠനും ഉള്ളത്. ഈ ജ്ഞാനം തന്നെയാണ്. പക്ഷെ അവരുടെ വിശ്രാന്തി സുഖത്തിന് താരതമ്യമുണ്ട്. ബ്രഹ്മവിത്തിന് ദുഃഖങ്ങളുണ്ടെന്ന്. എന്നാൽ വരൻ, വരിയാൻ, വരിട്ടൻ, ഈ വരിട്ടന് ഒരു പൊടി പോലും ഒരു തെല്ല് പോലും ദുഃഖങ്ങളില്ല. മറ്റവരുടെ ക്രമത്തില് ഈ കുറവിനെയാണ് കാണിച്ചത്. വിശ്രാന്തി സുഖം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എപ്പോഴും ആ സ്വരൂപത്തിൽ മറക്കാതെ, സ്വരൂപത്തിൽ ഒരു ഇത് വരാതെ, ചുതി വരാതെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ നിൽക്കുന്നതെന്നല്ല. അത് വരിട്ടനതുണ്ട്. മറ്റവർക്കെല്ലാം ഈ പറയുന്നത് ആ വിശ്രാന്തി സുഖത്തിൽ വരുന്ന താരതമ്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ജ്ഞാനം അടയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജ്ഞാനം പല രൂപത്തിലല്ല, ജ്ഞാനം ഒരേ രൂപം തന്നെയാണ് അതിനുള്ളത്. അത് പറയുന്നത് ഈ പറയുന്ന 4 പേർക്കും ഒരേപോലത്തെ ജ്ഞാനം തന്നെയാണ്. അതിൽ അവർക്ക് വന്നിരിക്കുന്ന വിശ്രാന്തി സുഖം എന്നാണ് ഇതിൽ പറയുന്നത്. വിശ്രാന്തി സുഖത്തിന് മുക്തിസുഖം കിട്ടില്ല എന്ന് പറയും. ചിലർ പറയും മുക്തിസുഖം അവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല ചിലർക്ക്. പക്ഷെ ജ്ഞാനം അടഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണ്. കൊടിയ പ്രാരബ്ധ വിശേഷമാണ് ഇവരിലെ ഈ 4 തരത്തിലുള്ള വകഭേദങ്ങളെ ഉണ്ടാക്കിയത്. പലരും ബ്രഹ്മവിത്തായിട്ട് ഇരിക്കുന്നു. ബ്രഹ്മവിത്തുകൾക്ക് ഉള്ള വിശേഷങ്ങൾ ഇനി സ്വാമി പറയും. നമുക്ക് അത് തന്നെ വായിച്ചു കേൾക്കാം. ഇങ്ങനെയാണ് 4 ജീവൻ മുക്തന്മാരിൽ ഉണ്ടാവുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ള ഇതാണ്, ഈ ജ്ഞാനം 4 പേരിലും വ്യത്യസ്തങ്ങളല്ല, ഒരേ ജ്ഞാനം തന്നെയാണ് എല്ലാവർക്കും ഇരിക്കുന്നത്. പക്ഷെ അതിൽ വരുന്ന വിശ്രാന്തി സുഖത്തിലുള്ള വ്യത്യാസമാണ് ബ്രഹ്മവിത്തെന്നും ബ്രഹ്മവിദ്വരനെന്നും ബ്രഹ്മവിദ് വരിഷ്ഠനെന്നും വരിയാനെന്നും വരിഷ്ഠനെന്നും ഒക്കെ പല പേരുകളിട്ട് ഇതിൽ വന്നിരിക്കുന്നത് എന്നർത്ഥം. 95-ാമത്തെ പദ്യത്തിൽ പറയുന്നു, ധീരരായി പിരമവിത്തായി തെളിന്തവർ തെളിയും മുന്നം വാരമായിരുന്ന് തങ്ങൾ വരണാച്ചിരമം ചെന്ന പാരകാര്യമാനാലും പലർക്കും ഉപകാരമാക നേരതായി ചെയ്വർ തീർന്ന നിലവിടാ ജീവൻ മുക്താർ. ധീരരായി പിരമവിത്തായി തെളിന്തവർ തെളിയും മുന്നം വാരമായിരുന്ന് തങ്ങൾ വരണാച്ചിരമം ചെന്ന പാരകാര്യമാനാലും പലർക്കും ഉപകാരമാക നേരതായി ചെയ്വർ തീർന്ന നിലവിടാ ജീവൻ മുക്തർ. ധീരരായി, മനധൈര്യമുള്ളവരായി,
പിരമവിത്തായി ബ്രഹ്മജ്ഞാനികളായി തെളിന്തവർ, ഞാൻ ആരെന്ന് തുടങ്ങിയ കലക്കങ്ങൾ തെളിഞ്ഞവർ, തെളിയും മുന്നം. അങ്ങനെ തെളിഞ്ഞതിനു മുമ്പേ വരമായിരുന്ന് ഇഷ്ടമായിരുന്ന് തങ്ങളുടെ വരണം ആശ്രമം ചൊന്ന വർണ്ണാശ്രമങ്ങളെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ ചൊല്ലിയ ക്രിയകൾ പാരകാര്യമാനാലും ഘനമായ ക്രിയകളായിരുന്നാലും പലർക്കും ഉപകാരമാകെ ബഹിർമുഖക്കാരായ പലർക്കും സഹായകമാകുന്നതിനു വേണ്ടി നേരതാഴ്ചയവർ മന്ത്രലോഭം, ക്രിയാലോഭം, ദ്രവ്യലോഭം മുതലായ ഒന്നുമില്ലാതെ ശാസ്ത്രോക്തമായി പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ തീർന്ന നിലവിടാർ ശ്രുതികളാൽ ചൊല്ലിയ മുടിവായ അദ്വൈത നിശ്ചയത്തെ വിടുകയുമില്ല. ഇവിടെ നിശ്ചയം എന്നത് അനുഭവത്തെയാകുന്നു പറഞ്ഞത്. ഈശ്വരനാൽ ബഹിർമുഖമായി സൃഷ്ടിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളെ വേഗതയുള്ള നദീജലത്തിൽ തിരിച്ചതുപോലെ അന്തർമുഖമാക്കി സർവേന്ദ്രിയങ്ങൾക്കും അന്തരമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിനാൽ ധീരർ എന്നും താൻ ആര്, ജഗം എങ്ങനെയുള്ളത് എന്ന് തുടങ്ങിയ സംശയങ്ങൾ ഇല്ലാതെ ജലത്തിൽ തേറ്റാമ്പരൽ പോലെ ബ്രഹ്മവിദ്യയാൽ ഇരിക്കുന്നതിനാൽ ബ്രഹ്മവിത്തായ തെളിന്തവർ എന്നും ആപ്തകാമമുള്ളവരാകിയാൽ തനിക്കെന്ന് പറഞ്ഞൊന്നും ചെയ്യുകയില്ല. ലോകസംഗ്രഹാർത്ഥം വർണ്ണാശ്രമാദി വിധികളെ വിധിയാവണ്ണം ചെയ്യുന്നതിനാൽ പലർക്കും ഉപകാരമാകെ നേരതായി ചെയ്വരെന്നും ചോരനായകി മനത്തൊഴിൽ ചെയ്യുമ്പോഴും ചോരനായകൻ സുഖത്തിനെ വിടാത്തതുപോലെ അന്യരെ സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കർമ്മോപാസനകളെ ചെയ്യുന്നു എങ്കിലും ബ്രഹ്മം ഞാനെന്ന അനുഭവം ക്ഷണനേരം പോലും വിടാത്തതിനാൽ തീർന്ന നിലവിടാറെന്നും പറഞ്ഞു. ഇതാണ് ആ പദ്യത്തിന്റെ അർത്ഥം. തീർന്ന നിലവിടാ ജീവൻ മുക്തം. ഇതില് ആദ്യത്തെ ആ ജീവൻ മുക്തന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇതിൽ വന്നല്ലോ, ഇതിന് വന്നിരിക്കുന്ന ജീവൻ മുക്തൻ ആണ് ആദ്യത്തെ ആള് ജീവൻ മുക്തൻ. അതിന് തന്നെ ബ്രഹ്മവിത്ത്, ബ്രഹ്മവരൻ, ബ്രഹ്മവര്യാൻ, വരിഷ്ഠൻ, ഇവര് 4 ജീവൻ മുക്ത പുരുഷന്മാരാണ് ഇതിൽ വരണത്. ഇതിൽ ജീവൻ മുക്തന്റെ ആദ്യത്തെ തന്നെ പറയാണ് അവര് വർണ്ണാശ്രമങ്ങളെ നേരതാ ചെയ്യുവാർ, അവര് മറ്റുള്ളവർക്ക് ഉപകാരമാകെ. അതാണ് ഇവിടുന്ന് ആശ്രമങ്ങളിലൊക്കെ ഇരുന്ന് ഉപദേശിച്ച് ശിഷ്യന്മാരെ എല്ലാ സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നവരെയാണ് ആ ജീവൻ മുക്ത ഈ പറയുന്ന നാലാഭൂമിക്കാരൻ. മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള പരിപാടികളില്ല. അതുകൊണ്ട് ജ്ഞാനികളിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്നതിനെ കണ്ട് കുറവൊന്നും കൂടുതലൊന്നും വിചാരിക്കേണ്ട. അതെല്ലാം അവരവരുടെ ജ്ഞാനത്തിലല്ല താരതമ്യം വന്നത്, അവരുടെ വിശ്രാന്തി സുഖത്തിൽ വന്ന താരതമ്യം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായിക്കോ. എല്ലാവരും ഈ പറയുന്ന 4 ജ്ഞാനികളാണ്. അതുകൊണ്ട് വലിയ ജ്ഞാനി ചെറിയ ജ്ഞാനി എന്നില്ല. എല്ലാം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവരൈക്യം, ഐക്യജ്ഞാനത്തെ അടഞ്ഞു. അത് സാക്ഷാത്കാരം എന്ന് വെച്ചാൽ അവർ വിദേഹമുക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവരുടെ യാത്ര വിദേഹമുക്തിയിലേക്കാണ്. എന്താണ് വിദേഹമുക്തി? ഇതാണ് യഥാർത്ഥ മുക്തി. നമ്മൾ വാഴ നട്ടാൽ ഇത് മാത്രമല്ല, അതിന്റെ അവാന്തരമായിട്ട് പലതും ഉപയോഗപ്രദമായി വരണമായിട്ടില്ല. കൊല മാത്രമല്ല, അതിന്റെ ഇല തുടങ്ങിയ ഇതെല്ലാം അവാന്തരമായിട്ടുള്ള പ്രയോജനങ്ങൾ വരും. അതുപോലെ ഇതിന്റെ അവാന്തര ഫലമായിട്ടാണ് ഇതൊക്കെ ഇരിക്കുന്നത്. അതായത് ഈ ജീവൻ മുക്തി അതിന്റെ ശരിക്കുള്ള ഫലമായിട്ടാണ് വിദേഹമുക്തി. വിദേഹമുക്തി ഫലമാണ്. ഈ ഫലം, ആ ഫലത്തിന് ആണ് ഇരുന്ന് അവര് ആ പ്രാരബ്ധം കഴിയുന്നത് വരെ ആ ബ്രഹ്മാനന്ദരസമാക്കി ഈ പ്രാരബ്ധത്തെ അനുഭവിച്ച് തീർത്തുക. ബ്രഹ്മാനന്ദരസമാക്കുന്നത് എങ്ങനെയാണ്?
ഈ ലോക തത്വങ്ങളെ ഉണർന്നവരെയാണ് ജ്ഞാനികളെന്ന് പറഞ്ഞത്. ഇത് മായ കാര്യങ്ങളാണെന്ന് വേദം പറഞ്ഞത് പരമാർത്ഥമെന്ന് കണ്ടവരെയാണ് ജ്ഞാനികളായിട്ട് പറഞ്ഞത്. അതോടുകൂടി ഈ ലോകവസ്തു നടത്തുന്ന കാര്യങ്ങളെല്ലാം ഒരു നാടകത്തിൽ നടക്കുന്നത് പോലെ ഒരു തമാശയായിട്ടാണ് അവർക്ക് ഈ ലോകം അവരെ അതന്നെ പറഞ്ഞത്. ഈശ്വരൻ ഇതൊരു ലീലയാണെന്ന് പറഞ്ഞതിന്റെ കാരണം, ഈശ്വരന് ഈ ലോകം ഇത് ഒരു നാടകമാണ്, ഒരു ലീലയാണ്. ഈശ്വരൻ ഇതിൽ ആനന്ദിച്ചു കൊണ്ടേയിരിക്കും. ഇതിൽ ദുഃഖം വരിക സുഖം വരിക എന്നൊക്കെ പറയുന്നത് ഈ ജീവനാണ്. ഈശ്വരൻ ഇതിൽ ആനന്ദമേ ഉള്ളൂ. ഈ വ്യത്യാസം ഇവർ തങ്ങളിലുണ്ട്. ജ്ഞാനിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ട് നമ്മൾ മനസ്സിലാക്കിയതും തിരുമേനിസ്വാമി പറഞ്ഞറിഞ്ഞതുമായ കാര്യങ്ങളാണ്. ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെന്ന് പറഞ്ഞ 3 ജ്ഞാനികളാണ്. അതില് ഒരാളുടെ എല്ലാ ജ്ഞാനം എന്ന് വെച്ചാൽ അടിസ്ഥാന ഗുണം തത്വഗുണമാണ്. അതില് സത്വമാണ് വിഷ്ണുവായിട്ടിരിക്കുന്നത്. അതൊരു ജ്ഞാനിയാണ്. അതുപോലെ സത്വത്തില് രജസാണ്, അത് വേറൊരു ജ്ഞാനിയായിട്ടിരിക്കുന്നത്, അതാണ് ബ്രഹ്മാവ്. സത്വത്തിൽ തമസാണ് രുദ്രൻ. ഈ 3 തരത്തില് ഈ 3 ത്രിമൂർത്തികളായി പറഞ്ഞ 3 ജ്ഞാനികളെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 3 രൂപത്തിലാണ് അവരുടെ പ്രവർത്തനവും. ലോകത്തിന് മാതൃകയായിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പൊ നമ്മളത് ഉപാസനാമൂർത്തിയായിട്ട് ദേവനൊക്കെ ആയിട്ട് എടുത്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ആത്യന്തികമായി നമ്മുടെ കൈവിളത്തിൽ തന്നെ പറയും, ഈ 3 വരെ ജ്ഞാനികളായിട്ട് ചിത്രീകരിക്കുന്ന പാട്ടുണ്ട് ഇതിൽ ഇങ്ങനെയാണ്. അപ്പൊ അതിനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ഓരോരുത്തരും കണ്ടില്ലേ, ചിലർ ശൈവത്തില് അങ്ങനെ, അതും ജ്ഞാനത്തിലേക്ക് വരുന്ന കാര്യം തന്നെ. അവർക്കും ഈ പറഞ്ഞ പഠിപ്പും കാര്യങ്ങളൊന്നുമില്ല, വേറെ രൂപമാണ് എപ്പോഴും. കാരണം ചുടല കാട്ടിലല്ലേ ശിവൻ ഇരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഈ ലോകത്തെ എല്ലാം ഭസ്മമാക്കി ഇരിക്കുകയാണ്. ഇതെല്ലാം ഭസ്മമായി പോയ ഒരു നിലയിലാണ് ശിവൻ അതിന്റെ മധ്യത്തിൽ ഇരിക്കുന്നത്. വേറെ ഒന്ന് പറഞ്ഞാൽ പ്രപഞ്ചമൊന്നും ഉള്ളതില്ല. ബ്രഹ്മാവ് എപ്പോഴും സരസ്വതി ദേവി വിദ്യാർത്ഥി സ്വരൂപിണി, നമ്മളങ്ങനെയാണ് പറയുന്നത്. ആ ഗ്രന്ഥം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നില്ല. എന്നുവെച്ചാൽ ഗ്രന്ഥം എപ്പോഴും ആ വേദപരമായ കാര്യങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. ജ്ഞാനത്തിലിരിക്കുന്ന വിധം. ഇങ്ങനെ 3 മൂർത്തികൾ നമുക്ക് പരിചയപ്പെടുത്തി. ഈ 95ാമത്തെ പദ്യത്തില് എന്താണ് വിഗ്രഹം പറഞ്ഞത്? പ്രധാനമായും പറഞ്ഞത് ഈ ബ്രഹ്മവിത്തുകളെ ധീരന്മാരെന്ന് പറഞ്ഞു. ഇതാണ് ഫസ്റ്റിൽ പറഞ്ഞു. തിരുമേനിസ്വാമി അതിൽ പറഞ്ഞ വ്യാഖ്യാനം ഇതാണ്. ഈ ജ്ഞാനനിലയിലേക്ക് വന്നവരെ ശ്രദ്ധിച്ചാൽ 4 രൂപത്തിൽ ഇരിക്കുന്നവരിൽ ധീരനായിട്ടുള്ളത് ബ്രഹ്മവിത്വമാണ്. കാരണം അവർ ഈ മായയിൽ തന്നെ ഒഴുകി നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവരെ വിടർത്തിയാണ് പലരും നിൽക്കുന്നത്. ആർക്കും ഉപദേശിക്കുക അങ്ങനെയൊന്നും അവരെ അടുപ്പിക്കില്ല. ആരെങ്കിലും അടുപ്പിക്കില്ല അവര്. പക്ഷെ തീരെ അടുപ്പിക്കില്ല എന്ന് പറയാൻ നല്ല ഉത്തമമായ ആളുകളാണെങ്കിൽ അവർ അതും അവരെ പോയി ആശ്രയിക്കണം. അല്ല അവരാരെയും പോയി ഒന്നും ചെയ്യില്ല. വലിയ പാടാണ് അവർക്ക്. താഴോട്ടിറങ്ങി വരില്ല അവര്. കാരണം താഴോട്ടിറങ്ങി വരാത്തതിന്റെ കാരണം അവിടെ അങ്ങ് സ്റ്റക്കായി പോയതും ആവാം. നമുക്ക് അതിനെപ്പറ്റി ലൗകികമായി പറയാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞ് വേദം പറഞ്ഞിരിക്കുന്ന പ്രാരബ്ധമാണ്. പ്രാരബ്ധവശാലാണ് ഇങ്ങനെയുള്ള 3-4 ജ്ഞാനികൾ ഇതിൽ നിലകൊള്ളുന്നത്. ഇവരെ ധീരന്മാരെന്ന് പറയാൻ കാരണം ഇവരെപ്പോഴും ഈ അജ്ഞാനികളായിരിക്കുന്നവരെ പിടിച്ച് സന്മാർഗം ഉപദേശിച്ച് ഇതിലേക്ക് വരുത്താനായിട്ട് അവർ ഒരു ശ്രമം നടത്തുന്നു. ഒരു കർത്തവ്യം അവർക്ക് ഇരിക്കുകയാണ്. മറ്റവർക്ക് ആ കർത്തവ്യമില്ല. തീർത്ത് കർത്തവ്യം വിട്ടവരാണ് മറ്റവരെല്ലാം. ഇവരങ്ങനെയല്ല, ഒരു ചെറിയൊരു ഇത്. അതിന് കാരണം എന്താണെന്ന് തിരുമേനിസ്വാമി പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ആയിപ്പോയതെന്ന് വെച്ചാല് പൂർവ്വം ഇങ്ങനെ നിന്ന് ജ്ഞാനം അടയുകയാണ് ചെയ്തത്. അവര് ഇങ്ങനെയാണ് എല്ലാവർക്കും ഉപകാരമൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യണം, അവരെയൊക്കെ നല്ല രീതിയിലാക്കണമെന്ന് മനസ്സോടുകൂടി നിൽക്കുന്ന സമയത്ത് എതിർച്ച അവർക്കും ഈ പറയുന്ന ജ്ഞാനം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി തന്നെ അങ്ങനെ അവർ വെക്കൊണ്ടേയിരിക്കുമെന്ന്. ഇങ്ങനെയാണ് 4 പേരിരിക്കുന്നത്.
അതിൽ 4 വരിട്ട പദവിയാണ്. നമ്മുടെ ഗുരുദേവനെ ചിന്താസ്വാമി നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. ഗുരുദേവൻ വരിഷ്ഠ പദവിയിലിരിക്കുന്ന ആളാണ്. ഇതിനർത്ഥം അറിയാം. ശരീരം എന്ന് പറയുന്നത് ഇല്ല, ഒരു വിദേഹമുക്തിയിൽ ഇരിക്കുകയാണ്. ജീവൻ മുക്തി അല്ലത്. ഈ ശരീരം ഇരിക്കുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ച് ശരീരമൊന്നും അവർക്കില്ല. മറ്റുള്ളവർക്ക് കാണാൻ പോലും പറ്റൂലായിരുന്നടാ എന്ന് പറഞ്ഞു എൻ്റെ കൂടെ എനിക്ക്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആ കണ്ണിന്റെ ഒരു ചെറിയ ഇത് വന്നില്ലേ, അത് കാരണം ആയിരിക്കാം അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നിലകൊണ്ടത്. അതല്ലെങ്കിൽ ഗുരുദേവനൊന്നും ആർക്കും കണ്ണി പോലും കാണാനൊക്കാത്ത രൂപത്തിലായിരുന്നു. ആർക്കും കാണാനോ പരിചയപ്പെടാനോ ഒന്നും സാധ്യമല്ലാത്ത എത്ര വലിയ വലിയ വാർത്തകൾ അങ്ങനെ ആരും അറിയാൻ പോകുന്നു അല്ലേ. നമ്മളെത്ര പേരെ അറിയുന്നു സുരേഷ്? അപൂർവമായിട്ടുള്ള ചിലരെയാണ് അറിയുന്നത്. അതിൽ ആ തീക്ഷ്ണമായ നിലയിലേക്ക് അറിഞ്ഞവര് 5-6 പേരേ ഉള്ളൂ, 7-8 പേരേ ഉള്ളൂ അല്ലേ എന്ന് തോന്നി. അങ്ങനെ എടുത്തു പറയുമ്പോഴാണ് നമ്മുടെ ശ്രീരാമകൃഷ്ണദേവനും അല്ലേ, അതുപോലെ ഈ പറയുന്ന നാരായണദേവനും ചട്ടമ്പി സ്വാമികളൊക്കെ അതിന് ഏറെക്കുറെ ആ കാറ്റഗറിയിൽ വരുന്നവർ തന്നെ. അവർക്ക് വളരെ വിശ്വവിഖ്യാതമായി മാറിപ്പോയി. ലോകത്തിന്റെ ഗുരുക്കന്മാരായി മാറിയില്ലേ അവരെല്ലാം. ആ പവർ. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം. അവര് ധീരന്മാരെന്ന് പറയാനുള്ള കാരണം എടുത്തു പറഞ്ഞില്ല. അത് ഒരു വലിയ അപ്ലാസായിട്ടൊന്നും പറഞ്ഞതല്ല. വേദം നമുക്കൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റവരൊക്കെ ധീരൻ പിന്നെ പേടിത്തൂരികളാണെന്ന് ഒന്നും അല്ല അർത്ഥം. പക്ഷെ ഇവരുടെ ഒരു ധീരരായി എന്നൊരു വാക്ക്, ബുദ്ധി എന്ന് വെച്ചാൽ ബുദ്ധി എന്നാണ്. അവര് ഈ പറഞ്ഞ കണക്ക് പരകാര്യമാനാലും പലർക്കും ഉപകാരമാകെ നേരതാഴ്ച ഇവർ തിരുന്ന നിലവിടാ ജീവൻ മുക്തർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരകാര്യം എന്ന് വെച്ചാൽ കഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും തനിക്ക് വ്യവഹാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും പലർക്കും ഉപകാരമാകെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്താസ്വാമികൾക്ക് അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അവർ ജീവൻ മുക്ത പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരാളിനെ രക്ഷിക്കാവുന്ന കാര്യത്തിൽ ഒരല്പം പോലും സങ്കോചമില്ല. അതിൽ ജാതിയോ മതമോ വർണ്ണമോ ആശ്രമോ ഒന്നും നോക്കാറുമില്ല. ഒരു ജീവൻ അവരെ സമീപിക്കുകയാണ്. അതിന് ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് രൂപത്തിൽപ്പെട്ടവരാകട്ടെ, അവര് ആ പരമമായിരിക്കുന്ന ആത്മവിദ്യയെ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അവരെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെല്ലാം തടസ്സങ്ങൾ അവർക്കുണ്ടോ അതിനെല്ലാം പോയി പരിഹരിക്കുകയും ചെയ്യും. അതാണ് പിൻബാലൻ സ്വാമി പറയുമ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ. പുള്ളിസ്വാമി ഈ രൂപത്തിൽ നടക്കുകയായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ഈശ്വര കാര്യത്തിൽ പ്രാധാന്യത്തോടുകൂടി നേരത്തെ ഓടാറുണ്ട്. അങ്ങനെ നടക്കുന്ന കാലം സംഭവം വേറൊന്നുമില്ല. എവിടെ പിന്നെ ഇത് കേട്ട വന്നാലും സപ്താഹങ്ങൾ വന്നാലും അവിടെ സന്നിഹിതനാണ്. കേട്ടു അങ്ങനെ കേട്ട് വരുന്ന സമയമാണ്. അങ്ങനെയൊക്കെയാണ് മുമ്പ് ആരംഭിച്ചത് അല്ലേ. അതിനുശേഷം ഇങ്ങനെ കുടുംബവുമായിട്ട് ഉള്ള വാഴ്ക്ക് എന്തോ ഒരു വിരക്തി ആദ്യമേ സംഭവിച്ചു. അങ്ങനെ നടന്ന് വരുന്ന വരവെയാണ് എതിർച്ചയ ചിന്മയൻ സ്വാമികളൊക്കെ പറ്റി കേൾക്കാനും അന്ന് വേറെ ആരും കേട്ടില്ല. ഇവരെയൊക്കെ കേൾക്കാനും ഇവിടെ വരാനും സാധിച്ചു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് 2 കൈ നീട്ടി സ്വീകരിച്ചു. കാരണം നോക്കിയപ്പോൾ ഉത്തമ അധികാരിയാണ്, കൊള്ളാം. അങ്ങനെയാണ് അത്. എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം തീർത്തു അല്ലേ തോന്നി. ഇത്തിരി കടകളൊക്കെ ഉണ്ടായിരുന്നു, ഇത്തിരി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അതാണ് സ്വാമിയുടെ ഒരു പ്രത്യേകത. എല്ലാവരെയും അവർ പുതിയ ആളല്ല. അവരെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള നമ്മുടെ കൂടെയുള്ള ആളുകളായിട്ട് എല്ലാരെയും പരിഗണിക്കും. സുരേഷ് മനസ്സിലായോ? ഇതാണ് അതിന്റെ കാരുണ്യ വായ്പ എന്ന് പറയുന്നത്. ഈ സ്വത്വഗുണമാണ് അവർക്ക് എഴുതി വന്ന ആ ജ്ഞാനത്തെ അവർക്ക് സമ്മാനം ചെയ്തത്. അതുകൊണ്ടാണ് മനസ്സിനെയൊക്കെ എഴുതാക്കി വേണ്ട എപ്പോഴും പറയും, മനസ്സിനായിട്ട് കടുപ്പിക്കില്ല. അത് എപ്പോഴും എഴുതാക്കി വെക്കണം. വേറൊരു കാര്യം സ്വാമി പറയുന്ന ഇതാണ്, ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, വേനൽക്കാലത്ത് ആന പാറ പോലെ ഇതിന്റെ തൊലിയെല്ലാം ഇങ്ങനെ പാറ പോലെ ഇങ്ങനെ വരും. മഴക്കാലത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ വെള്ളം വന്നിട്ട് ഈ തൊലിയിലൊക്കെ ഇറങ്ങിയിട്ട് ആ തൊലിയെ ഒന്ന് മൃദുവാക്കും. ആ മൃദുവാക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ മുകുളം ഇങ്ങനെ
പൊട്ടി, 2 ഇല, 1 പൂ, 1 കാ, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിനെ എളുതാക്കി നിർത്തിയാലേ അത് പുഷ്പിച്ച് ഫലം തരുള്ളൂ എന്നാണ്. പൂത്ത് പുഷ്പിച്ച് ഫലം തരുള്ളൂ. നമ്മൾ പറഞ്ഞ ഹാർഡാക്കി നിർത്തുന്ന ഒരു സ്വഭാവം ഇതിന് വിട്ടോടാണ്. അതുകൊണ്ടാണ് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞത്. ദാസോഹം, എളിമത്വം, ഇതെല്ലാം ഇതിന്റെ പ്രാധാന്യം സ്വാമി ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. എല്ലാവർക്കും അറിയാം, ആർക്കറിഞ്ഞൂടാ. എന്നാൽ നമ്മളൊന്ന് ഓർമ്മയിൽ കൊണ്ടുവന്നത് സുരേഷിനൊക്കെ വേണ്ടി. ഇങ്ങനെ ആരാണ് ജീവിതം നയിക്കുന്നത് അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല സുരേഷ് ജ്ഞാനത്തിലേക്ക് വരാൻ. തന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉണരുന്നതിനെയാണ് ജ്ഞാനം ഒന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുന്നത് തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അല്ല, അതിന് തോന്നിയ ഒരു അധ്യാസ രൂപമായിരിക്കുന്ന ഈ ദേഹത്തെയാണ് ഞാനത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനെ അഴിച്ച് കളയുന്ന പരിപാടി അത് അഴിച്ചു കളയാനൊന്നുമില്ല. വാസ്തവം പോലെ എപ്പോഴും വിളങ്ങിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ മറയ്ക്കാൻ ഇനി ഒരു ശക്തിക്കും മായ്ക്കാൻ ഒരു ശക്തിക്കും സാധ്യവുമല്ല. പക്ഷേ അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ അവർ ഇംഗ്ലീഷുകാരുടെ ഭാഷയിൽ, അല്ലെങ്കിൽ അതിനൊന്ന് തിരിച്ചറിയാൻ നമുക്ക് സമയമില്ല സുരേഷ്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുമില്ല. അല്പം പോലും നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒന്ന് നിൽക്കാൻ അതിന് സമാധാന ശ്രദ്ധയൊന്നും ഇതിലില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ 4 ജീവൻ മുക്തന്മാരെ പറ്റി പറഞ്ഞു. അത് ഓർമ്മിച്ചോളണം. ഈ 4 പേരും ഉണ്ടായത് എന്തെങ്കിലും വലിയ പ്രത്യേകതകളുണ്ടല്ല, പ്രാരബ്ധ വിശേഷത്തിന്റെ വ്യത്യാസം മാത്രമേ അവരിലുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് വന്നിരിക്കുന്ന ജ്ഞാനം ഒരുപോലെ തന്നെ. അതിന് വ്യത്യാസം വലിയ ജ്ഞാനം ചെറിയ ജ്ഞാനമൊന്നുമില്ല. വ്യത്യാസമുള്ളത് അവരുടെ വിശ്രാന്തി സുഖത്തിൽ വ്യത്യാസമുണ്ട്. വിശ്രാന്തി സുഖം എന്ന് പറഞ്ഞാൽ മുക്തിസുഖം, അതായത് എല്ലാം വിട്ട് നിൽക്കുന്ന ഒരു മുക്തിസുഖം. അത് നമുക്ക് എപ്പോഴും സുഷുപ്തിയിൽ വരുന്നുണ്ട്. സുഷുപ്തി നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട് അറിയുന്നല്ലോ. എല്ലാം വിട്ടു നിൽക്കുന്ന ഒരു സുഖമാണ് ബ്രഹ്മാനന്ദമായിട്ട് സുഷുപ്തി ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നത്. ഇത് നേതി പ്രക്രിയയിൽ കാണിച്ചത്. ഈ സുഖം ഈ ലോക വ്യവഹാരങ്ങളുടെ ഇടയിലുമുണ്ട്. ഇത് ലോക വസ്തുക്കള് ഇതിനെ മറയ്ക്കുന്നതായിട്ട് നമ്മളിപ്പോ പറഞ്ഞാൽ ഒന്നിനും ഇതിനെ മറയ്ക്കാനുള്ള ശക്തിയില്ല. ഇതിനാണ് വേദം ഉണർത്തുന്നത്. ഇതിനെ തിരിച്ചറിയണമെങ്കിൽ ശ്രദ്ധയും ഈ ലോക വിഷയങ്ങളിൽ വിരക്തിയും രണ്ടു വേണം. ലോക വിഷയങ്ങളിലുള്ള വിരക്തിയും ശ്രദ്ധയും ഇതിൽ വരുന്ന ഒരാൾക്ക് വലിയ താമസമില്ലാതെ ഈ ജ്ഞാനം ഇതിൽ ഉദയമാകും. അത് തന്നെ അങ്ങനെ ഉദയമാകുന്നവരിൽ പറയും 4 പേര്. 4 പേരിൽ ജീവൻ മുക്തന്മാരാണ് ഈ ആശ്രമങ്ങളിലൊക്കെ ഇരുന്ന് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉപദേശമൊക്കെ ചെയ്തിരിക്കുന്നവരാണ്. മറ്റേ 3 പേരുടെ കാര്യം പറയുന്നത് അവർ ചിലർ നടക്കും, ചിലരാരും കാണാതെ എവിടെയെങ്കിലും പോയി. പലരും ഈ പറഞ്ഞ വരുത്തനെയൊന്നും ആർക്കും കാണാൻ സാധ്യത. അവര് ശരീരം ഇല്ലാത്ത പ്രകൃതത്തിന് സ്വാമി പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഗുരുദേവനൊക്കെ ഒരിക്കൽ സപ്താഹബന്ധം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ നടത്തിയ സപ്താഹം നടത്തിയപ്പോൾ ഒരു നിഴല് പോലെ അദ്ദേഹത്തിന്റെ ബെഡ്റൂം ഭാഗത്തോട്ട് ആരോ വന്നു കയറി. നാം ഇനി ഇവിടെ തന്നെ ശ്രീരാമാനന്ദ ഗുരുദേവൻ. പക്ഷെ അതിന് ശരീരമില്ല, ഒരു നിഴല് പോലെ ഒരു ഇതാണ്. അതിന്റെ അപ്പുറം കാണാമെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരാള് നിൽക്കുമ്പോൾ ഇവിടെ കണ്ട ഇപ്പുറം കാണാനില്ലല്ലോ. ഇതങ്ങനെയല്ല, അപ്പുറവും കാണും. ആ രീതിക്കുള്ള അതിസൂക്ഷ്മത്തിൽ എല്ലാവരും ഉണ്ട്. സുരേഷ് നമ്മളെ കൂടെ നമ്മൾ ആ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇതിൽ വർത്തിച്ചാൽ മാത്രം മതി. ഇവ കൊള്ളാന്ന് അവർക്ക് തോന്നിയ ജ്ഞാനമായി. ഇവനെ ഒന്ന് ഇതാക്കണമെന്ന് അവർ വിചാരിക്കുന്നതല്ലേ എല്ലാം നടക്കണത്. ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ രഹസ്യമാണ് സ്വാമി. എത്ര വലിയ പഠിച്ചു വലിയ പണ്ഡിതനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ആ സത്വഗുണവും ആ എളിമത്വവും അന്യവർക്ക് ഉപകാരം ചെയ്യാനുള്ള ആ ഒരു മനസ്സും ഒക്കെ വന്നാലുണ്ട് സുരേഷ് എല്ലാം മാറി മറിയും. അത്ഭുതങ്ങൾ ഇരിക്കുന്നു നമ്മുടെ ഉള്ളിൽ. അതിനെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? പലർക്കും അറിയാതിരിക്കും. നിന്റെ അനന്ത ജന്മങ്ങളാണ്ട വെയ്യനെ ഉപദേശിക്ക വെളിവന്ന പോറ്റി
ഉയവേ മുക്തി നൽകുതവിക്കോരുതവിനായേ ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി.